ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. ബ്രെഡും കൂർക്കയും വെച്ച് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി ഇവിടെ ഞാൻ 4 ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറ് നമുക്ക് മുറിച്ച് മാറ്റി ഒരു മിക്സിൻ്റെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് വേറൊരു പ്ലേറ്റിൽ നമ്മുടെ ഈ ബ്രെഡിൻ്റെ വെള്ള ഭാഗം എടുത്ത് നമുക്ക് ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് കൂർക്ക ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൂർക്കയും ഗ്രീൻ പീസും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ബ്രെഡിലോട്ടിട്ട് ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കട്ട്ലേറ്റിൻ്റെ രീതിക്ക് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ എടുക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ തൂവിയ എവിടെ ഒട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ തൂവിയിട്ടാണ് ഞാൻ ഇത് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടിച്ച് വെച്ച ബ്രെഡ് പൊടിയിൽ നമുക്ക് ഈ മിക്സ് മുക്കി പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം അതുപോലെ ബ്രെഡിൻ്റെ പൊടിയിലിട്ട് മുക്കിയെടുക്കുന്നുണ്ട്. ഇതാ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി കാഞ്ഞ ശേഷം സ്ലിമ്മിലിടുക കേട്ടോ. സ്ലിമ്മിലിട്ട് നമുക്ക് 2 സൈഡും മൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോ സൈഡായിട്ട് മറിച്ചിട്ട് വേവിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കൂർക്കയാന്നേ നമുക്ക് തോന്നില്ല, ഉരുളക്കിഴങ്ങിൻ്റെ അതേ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി കൂർക്ക കട്ട്ലേറ്റ് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം.